ഒത്തിരി നാൾ കൂടി ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചേ. വേറൊന്നുമല്ല, ഈ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് മാസങ്ങളായതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഒരു പാർട്ട് ഞാൻ ഇട്ടും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തന്നെ കുറേ മാസമായി. അപ്പോഴേ ഞാൻ ഇനിയിപ്പോൾ ഇത് അടുത്ത് ഇടാൻ പോകുന്നത്. കാരണം ഇനി ഇതിട്ടില്ലെങ്കിൽ എൻ്റെ പൊന്നേ ഒരു വർഷമേലും ആവാറാവുന്നുണ്ട്. ഇത് കുളുമണാലി കുഞ്ഞ് ഹണിമൂണിന് പോയപ്പോഴത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് വോയിസ് ഓവർ സത്യം പറഞ്ഞാൽ എന്താ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ പോയതല്ലല്ലോ. അപ്പോൾ എനിക്കിതിൻ്റെ സംഭവങ്ങളൊന്നും പറഞ്ഞുതരാൻ അറിയത്തുമില്ല. അപ്പോൾ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചപ്പോൾ കുഞ്ഞ് ചേച്ചി ഞാൻ തന്നെ മറന്നുപോയി, കാരണം ഇത്രയും നാളായില്ലേ. അങ്ങനെ ഇവർ അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഹണിമൂൺ അവർ രാഷ്ട്രപതി ഭവനും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുളുമണാലിയിലോട്ടാണ് വന്നത്. അപ്പോൾ അവരിവിടെ വന്ന് അവർ താമസിച്ച ഹോട്ടലൊക്കെ ഞാൻ ആദ്യം കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് അവർ സ്നോഫോളും കൂടെ കാണാനാണ് വന്നത്. പക്ഷേ സ്നോഫോൾ ഇല്ലാഞ്ഞുകൊണ്ട് റോത്തങ് പാസോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു സ്ഥലത്ത് സ്നോഫോൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ നേരെ അങ്ങോട്ട് പോയായിരുന്നു. അതിൻ്റെയാണ് നേരത്തെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു വെള്ളം മൂടിക്കിടക്കുന്നില്ല, അത് മഞ്ഞായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുളുമണാലി വന്നു. ഇത് മഞ്ഞത്തൂടെ സ്കേറ്റ് ചെയ്യുന്ന ഗ്രീസ് മോൾരാജിനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒത്തിരി വീഡിയോസൊന്നും ഇല്ല. എൻ്റെ ഒരു കുറേ ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അവരതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്, ഒരു ടെമ്പിളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഒരു ഷെയർഡ് ജീപ്പ് എടുത്ത്, ഒരു ജീപ്പിൽ കുറേ പേരുണ്ട്. അങ്ങനെയായിരുന്നു അവർ പൊയ്ക്കൊണ്ടിരുന്നത്. ഇതാണ് അവർ പോയ ടെമ്പിള്, ഹഡിംപ ടെമ്പിൾ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഇവിടെ കാണാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വരും. അപ്പോൾ ഒരു കുളുമണാലിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മഞ്ഞൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ഇവർ ഈ ഒരു ടെമ്പിൾ കാണാനാണ് വന്നത്. ഇവിടെ കുറേ ഇത് കാണാനുണ്ട്. കുറച്ച് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനവരിങ്ങോട്ട് വന്നതാണേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ കുറേ കടകളാണ്. ഈ സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ടല്ലോ, അതാ. അപ്പം അവിടെ എല്ലാം നല്ല തിരക്കുമായിരിക്കും. കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്ട്രീറ്റിലുള്ള കടകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഓരോ സാധനങ്ങൾ നോക്കാനും വാങ്ങിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് പറ്റിയൊരു സ്ഥലമാണിത്. ചിലർക്ക് ഇങ്ങനെ കടകൾ കയറി ഇറങ്ങി നടക്കുന്ന വലിയ താല്പര്യമില്ലല്ലോ. പക്ഷേ ഇവളെ സംബന്ധിച്ച് കടകളിലൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സെലക്ട് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇവിടെ എല്ലാ ടൈപ്പ് സ്റ്റോറുകളും ഉണ്ട്. അതായത് തുണി, ബാഗുകൾ, ബേക്കറി, ഫുഡ് എല്ലാം ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട്. അപ്പം അത് കാണാനും രസമാണ്. ഒരു ഈവനിങ് ഒക്കെ ഈ ഒരു സൈഡിലോട്ടൊക്കെ ഇങ്ങനെ വരുമ്പം അത്യാവശ്യം ക്രൗഡൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലതായിരിക്കും. ചിലർക്ക് ഇങ്ങനെ ക്രൗഡായിട്ടുള്ള ഏരിയ ഒന്നും ഇഷ്ടമല്ല. കുറച്ച് കാമായിട്ട് അല്ലെങ്കിൽ പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ ആയിരിക്കും ചിലർക്ക് പോകാനൊക്കെ ഇഷ്ടം. എനിക്ക് ഭയങ്കര ക്രൗഡുള്ള സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം. അങ്ങനെ ഇവക്കും അങ്ങനെ ഇഷ്ടമാണ്. അപ്പം പിന്നെ ഈ ഒരു സ്ഥലമൊക്കെ അടിപൊളിയായിരിക്കും. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഷോപ്സ് ഉണ്ട്. അതെല്ലാം അവൾ കയറി ഇറങ്ങി നടന്നു. എന്തൊക്കെയോ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും അവരെന്നൊക്കെ മേടിച്ചുകൊണ്ട് തന്നായിരുന്നു, ലിജോയും കുഞ്ഞും. കുറേ സ്വീറ്റ്സ്, പിന്നെ ഡ്രസ്സുകൾ, പിന്നെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഞങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്. അങ്ങോട്ട് നോക്കിക്ക് ഒരാൾ വിദൂരതയിലോട്ട് കണ്ണും നട്ടിരിക്കുന്നുണ്ടോ. ആശാൻ അവിടെ വരുന്നവരോടെല്ലാം കുശലമൊക്കെ അന്വേഷിച്ച് ഭയങ്കര ക്ഷീണിച്ചൊന്ന് കുത്തിയിരിക്കുകയെന്ന് തോന്നുന്നു ആ പട്ടിക്കുട്ടൻ. അവനവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അതായത് ഒരു അഗാരം എന്ന് പറഞ്ഞൊരു റാബിറ്റ് ഉണ്ട്. ആ റാബിറ്റിന് നമുക്ക് എടുക്കാൻ തന്ന ഒരു 5 മിനിറ്റ് നമുക്ക് അതിനെ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടക്കാം, ഫോട്ടോ എടുക്കാം, ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് 35 രൂപയാണ് അവർ പറയുന്നത്. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഉള്ളതാണ്. നമുക്കിപ്പോൾ തൊപ്പി, ബാഗ് അങ്ങനത്തെയൊക്കെ സംഭവം വേണമെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്തു തരും. അതായത് കസ്റ്റമൈസ് ചെയ്ത് തരും. അതിന് ഓരോന്നിനും ഓരോ പ്രൈസാണ് അങ്ങനെ. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പം നമ്മൾ ഈ മറ്റ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അവിടുത്തെ വസ്ത്രധാരണം ഉണ്ടല്ലോ, നമുക്കിടാൻ തരും. ഇടാൻ തന്നിട്ട് ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ ഒരുക്കും, എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇട്ട് നിൽക്കുന്നതിന് എത്രയോ രൂപയുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ, സോറി. അപ്പോൾ ഇതാണ് അവിടുത്തെ പരിപാടികൾ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ. കുഞ്ഞു പറയുന്ന കേൾക്കാം, ഇങ്ങനെ കണ്ട് നടക്കാനൊക്കെ നല്ല രസമാണ്. അവിടുത്തെ ആൾക്കാരുടെ സംസ്കാരമൊക്കെയാണല്ലോ അവരുടെ വേഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ടിങ്ങനെ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞെടുത്തില്ല, അങ്ങനെ ഫോട്ടോ എടുത്തില്ല എന്ന് പറഞ്ഞു, അതിട്ടില്ല. അഗാരോയെ എടുത്തു. പിന്നെ ഈ മൃഗം കണ്ടു, ഇതിന് യാക്കെന്ന് പറയും. ഒരു 10 മിനിറ്റ് മാക്സിമം 15 മിനിറ്റൊക്കെ ഇതിനെ പുറത്തിരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എന്നത് കൊണ്ടുപോകും. അതിന് 150 രൂപയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കലാണല്ലോ.
അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. താങ്ക് യു.